ഹായ് ഫ്രണ്ട്സ്, സാപ്പിട മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സൂപ്പർ സിന്ദഗി എന്ന് പറഞ്ഞ സിനിമയാണ്. ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഫ്ലവേഴ്സ് ചാനലിൽ ഇപ്പോൾ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. സൺ നെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ എന്തായാലും ഈ ആഴ്ച തന്നെ നമുക്ക് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത സിനിമ എന്നുള്ളത് എല്ലാം സെറ്റാണ് എന്ന് പറഞ്ഞൊരു മലയാളം ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി ജൂൺ മാസം 20 ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു ഡയറക്റ്റ് OTT റിലീസാണ്. ഒരു കന്നഡ തെലുങ്ക് മൂവിയാണ്. ഉപ്പു കാപ്പുരാമ്പു എന്നാണ് സിനിമയുടെ പേര് എഴുതുന്നത്. ഉപ്പു കാപ്പുരാമ്പു. കീർത്തി സുരേഷ് ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. തെലുങ്ക് ഭാഷ കൂടാതെ കന്നഡ, തമിഴ്, മലയാളം, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ജൂലൈ മാസം 4 ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത് തയ്യാറെടുക്കുന്നതായിട്ടുള്ള ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അടുത്ത ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ് സ്ഥാനാർത്ഥി സ്ത്രീക്കുട്ടൻ എന്ന് പറഞ്ഞ സിനിമ. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതുവരെ ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലായിരുന്നു. ഇന്ന് ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ ട്രെയിലർ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് നിന്നുള്ള ട്രെയിലർ നാളെ വൈകിട്ട് 5 മണിക്ക് റിലീസ് ചെയ്യുന്നതാണ്. എന്തായാലും ഈ മാസം 20 തന്നെ, അതായത് ഈ ആഴ്ച തന്നെ നമുക്ക് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു ഡ്രാമ ഹൊറർ മിസ്റ്ററി സൂപ്പർ നാച്ചുറൽ വിഭാഗത്തിൽപ്പെട്ട സീരീസാണ്. ഒരു ഇംഗ്ലീഷ് സീരീസാണ്. റിവൈവൽ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ സീരീസിൻ്റെ ഒരു എപ്പിസോഡ് ഇപ്പോൾ അവൈലബിൾ ആണ്. ടോട്ടൽ 8 എപ്പിസോഡുകളാണ്. ജൂലൈ മാസം 31 ഈ സീരീസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് റിലീസ് ചെയ്യുന്നത്. CTV സയൻസ് ഫിക്ഷൻ ചാനലാണ് ഈ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത മലയാളത്തിലുള്ള സിനിമയാണ്. ഇന്ദ്രൻസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ജമാലിൻ്റെ പുഞ്ചിരി എന്ന് പറഞ്ഞ സിനിമ. ഇന്ദ്രൻസ്, പ്രയാഗ മാർട്ടിനൊക്കെ പ്രധാന വേഷം, സിദ്ദിഖോ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്തത് ഒരു സീരീസാണ്, ഒരു മറാത്തി സീരീസാണ്. അന്തർമായ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഫസ്റ്റ് സീസണാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. മറാത്തി ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിലും അവൈലബിൾ ആണ്. C5 ഈ ഒരു ഹൊറർ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. 7 എപ്പിസോഡുകളടങ്ങിയ ഒരു സീരീസാണ്. അടുത്തത് ഒരു ഹൊറർ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയായിരുന്നു ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് എന്ന സിനിമ. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ പ്രീ ഓർഡർ മെത്തേഡിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. പ്രിയാമണി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സീരീസാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ഭാഗത്തു നിന്നും ഈ സിനിമയുടെ ടീസർ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ സിനിമയുടെ റിലീസ് അടുത്ത മാസം ജൂലൈ മാസത്തിലാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡയറക്റ്റ് OTT റിലീസാണ്. ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജോൺസിനെയും പ്രിയങ്ക ചോപ്രയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഡയറക്റ്റ് OTT റിലീസാണ്. ജൂലൈ മാസം 2 ആമസോൺ പ്രൈം വഴി ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത് തയ്യാറെടുക്കുകയാണ് ഈ ഒരു സിനിമ. മൾട്ടി ഓഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സിനിമയുടെ എല്ലാ അടക്കമുള്ള ഭാഷയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. നമ്മുടെ മമ്മൂക്ക പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഗെയിം ത്രില്ലർ മൂവിയായിരുന്നു ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ നല്ല പ്രേക്ഷക പ്രതികരണം നേടിയിരുന്നെങ്കിലും ഒരു പരാജയപ്പെട്ട സിനിമയാണ് ബസൂക്ക എന്ന സിനിമ. ഈ സിനിമയുടെ OTT റിലീസിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിപ്പാണ്. ഇതുവരെ ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടില്ല. C5 ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ C5 20 പ്രിൻസ് ആൻഡ് ഫാമിലി, നമ്മുടെ ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി റിലീസ് ഉണ്ട്. അതിനുശേഷം മാത്രമേ ഈ ഒരു സിനിമ C5 റിലീസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ജൂൺ മാസം 20 പ്രിൻസ് ആൻഡ് ഫാമിലി റിലീസ് ചെയ്തതിന് ശേഷം അടുത്ത മാസം ജൂലൈ മാസം പകുതിയോടുകൂടിയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഈ സിനിമയുടെ റിലീസ് എന്നുള്ളതാണ്. അപ്പോൾ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും പ്രിൻസ് ആൻഡ് ഫാമിലി റിലീസ് ചെയ്തതിന് ശേഷം അവർ C5 പുറത്തു വിടുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇത്രയും സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലേയൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.